നമസ്കാരം, കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന്. ഇപ്പോ FBയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കുറച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ. ഹാർപ്പിക് ഹുസൈൻ തെരുവോളി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എന്നാണ് എന്റെ വിശ്വാസം. ആളെ മനസ്സിലായി നിങ്ങൾക്ക്? സ്വന്തം അമ്മ മരണപ്പെട്ടപ്പോ 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച മാതാവ് മരണപ്പെട്ടപ്പോ ആ മാതാവിനെ ജിഹാദിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിട്ട ഒരു തെരുവോളി തീവ്രവാദി ഉണ്ടല്ലോ. ഇപ്പൊ അവൻ ലണ്ടനിൽ പോയി ലണ്ടനിലെ ഇംഗ്ലീഷുകാർ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റിയത് ആ വീഡിയോസ് ഒക്കെ കേരളം ലോകം മൊത്തം ഒന്നടങ്കം കണ്ടു. ഇപ്പോ ഒരു സമുദായത്തെ മൊത്തം ടാർഗറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിടുകയാണ്. അതായത് വിഷയം വേറൊന്നുമല്ല, സ്വന്തം മോളെ കല്യാണം കഴിച്ച് കാര്യം സാധിക്കാൻ കഴിയുമോ, അതിന് പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടേണ്ട ഒരു ഗതികേടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സമുദായത്തെ പേപ്പട്ടിയോട് ഉപമിച്ചുകൊണ്ട് ഈ സ്വന്തം മോൾക്ക് ഒഴിവ് കൊടുക്കാത്ത ഒരു മോൻ പറയാണ്. അവന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ സമുദായ വിരോധികൾ, ആ സമുദായത്തിന് വിരോധമുള്ള കുറെ തീവ്രവാദികളുണ്ടല്ലോ, ബ്രിട്ടീഷുകാർക്ക് ഒരു കാലത്ത് കുനിഞ്ഞു നിന്ന് കൊടുത്ത, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഇന്ത്യയിലെ ജാതിമത ഭേദമന്യേ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോരാട്ടത്തിന്റെ ഇടയിലൂടെ ബ്രിട്ടീഷുകാർക്ക് കുനിഞ്ഞു നിന്ന് കൊടുത്ത കുറെ തീവ്രവാദികൾ ഇന്ന് രാജ്യത്തുണ്ടല്ലോ. അന്നത്തെ പൂർവികരുടെ പിന്മുറക്കാർ ഇന്നുമുണ്ട്. അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി അവരുടെ കുറെ കാശും കിട്ട് കുറെ ഉണ്ടാക്കാലോ, ലോക രാജ്യങ്ങളൊക്കെ ഇങ്ങനെ സന്ദർശിക്കാം, അവരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി ഈ ഹാർപ്പിക് ഹുസൈൻ തെരുവോളി ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മനസ്സിലായില്ലേ? നല്ല ആണുങ്ങളുടെ മുന്നിൽ പോയി പെട്ടു, ലണ്ടനിൽ പോയി പെട്ടു. അവർ വായിൽ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് കൊടുത്തു. അത് പോരാതെ മൊബൈൽ ഫോണിൽ നെറ്റില്ലത്രേ, നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ ഹാർപ്പിക് ഹുസൈൻ തെരുവോളിയോട് മതവുമായി ബന്ധപ്പെട്ടത് വലുതായിട്ടൊന്നും പറയുന്നില്ല. കാരണം നീ വലിയ അറിവോളിയാണല്ലോ, അറിവാളി. ഈ അറിവോളിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, നീ ഉദ്ദേശിക്കുന്ന മതം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒരിക്കലും താഴ്ന്നിട്ടില്ല. നിന്നെ പോലെ നീയല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ മതത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ ഭൂമിയിൽ ഒരുപാട് തീവ്രവാദികൾ പിറവിയെടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ മതത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ഒരു ദജ്ജാലോളി വരും, അത്ര ദജ്ജാലോളി. ആ നാറയുടെ വരവും കാത്തിരിക്കുകയാണ് ഞങ്ങളൊക്കെ. കോടാനകോടി ആളുകൾ ദജ്ജാലോളിയുടെ വരവും കാത്തിരിക്കുകയാണ്. അവൻ ഒരു ഭാഗത്ത് നരകത്തിനെ സ്വർഗമാക്കി പറയും, സ്വർഗത്തിനെ നരകമാക്കി പറയും. എന്നിട്ട് നല്ല ആളുകളെ നരകത്തിലിടും, അത് സ്വർഗമായി മാറും. മോശമായ ആളുകളെ സ്വർഗത്തിലിടും, അത് നരകമായി മാറും. മരിച്ചു കിടക്കുന്ന ആളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നൊക്കെ 14 നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഞങ്ങൾക്കറിയും. ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്ന് ഞങ്ങൾക്കറിയും. അപ്പോ ആ എന്താ പറയാ, ആ ദജ്ജാലോളിയില്ലേ, ദജ്ജാലോളിയുടെ വരവും കാത്തിട്ടാണ് ഈ ലോകത്തെ ഒരുപാട് കോടാനുകോടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ നിന്നെപ്പോലെ തീട്ട തീവ്രവാദികൾ ഒരു സമുദായത്തെ എന്തെങ്കിലും പറഞ്ഞ് മോശമാക്കിയിട്ടൊന്നും ഒന്നും സംഭവിക്കില്ല. ഈ സമുദായത്തിന് ഒന്നും സംഭവിക്കില്ല. നീ നന്നായിട്ട് മെഴുക്, മനസ്സിലായില്ലേ? നീ ഈ ഒരു സമുദായത്തിന്റെ വിരോധികളൊക്കെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങ്. സ്വന്തം മോൾക്കെങ്കിലും കുറച്ച് ഒഴിവ് കൊടുക്ക്. കാരണം നീ അങ്ങനെയുള്ളവനാണല്ലോ, നീ അത്രയും മോശമായവനാണല്ലോ. തീവ്രവാദികള് ആരെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ നിന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം നീ എല്ലാ സമുദായത്തെയും പറയില്ല, ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്യണം. എന്തിനാണ്? ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്തവരെ സൂചിപ്പിക്കുകയാണ്. നീ എന്ത് ആരെ സൂചിപ്പിച്ചാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ ഉദ്ദേശിക്കുന്ന സമുദായത്തിന് ഒരു മൈലും പോവില്ല, ഒരു മൈലും കൊഴിയില്ല. ആ സമുദായം ഉയർന്നുകൊണ്ടേയിരിക്കും, ലോകത്തിന്റെ മുന്നിൽ ഉയർന്നുകൊണ്ടേയിരിക്കും, ഇന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്കിപ്പോ പറയാനുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മലയാളികളോടാണ്. ഞാൻ ഒരു മതത്തെയോ ഒരു സമുദായത്തെയോ മോശമാക്കുന്ന ഒരാളല്ല, ഒരാളെയും വ്യക്തിഹത്യ നടത്തുന്ന ആളുമല്ല. പക്ഷെ ഹാർപ്പിക് ഹുസൈൻ തെരുവോളി ഉണ്ടല്ലോ, ആ തെരുവോളിക്ക് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവനോടൊക്കെ മതം പറയാൻ ഇവൻ ആരാ? ഇവൻ പണ്ഡിതനാണോ? ഇവൻ ആരാണ്? വെറും മലം. അപ്പോ ആ മലത്തിനോടൊക്കെ ആരെങ്കിലും മറുപടി പറയോ? പക്ഷെ കുറച്ചു പേര് പറഞ്ഞു, ഒന്ന് എന്തെങ്കിലും 2 ഡയലോഗ് അടിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മഹാഭാവി പോലീസിൽ കേസ് കൊടുത്താൽ ഞാൻ പോയി ഉള്ളിൽ പോവില്ലേ? ശരി, കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടല്ലേ, എന്ത് തന്നെയാണ് ഈ ഉള്ളൊക്കെ പോയി കാണാലോ. അപ്പൊ എനിക്ക് പറയാനുള്ളതേ, എടാ ഹാർപ്പിക് ഹുസൈൻ തെരുവോളി, നീ എന്ത് വിളിച്ചു പറഞ്ഞാലും നീ ഉദ്ദേശിക്കുന്ന സമുദായത്തിന് ഒരു മുടിയും കൊഴിഞ്ഞു പോവില്ല. നീ തുടരുക. നിന്നെപ്പോലെയുള്ള തീവ്രവാദികൾ തുടരുമ്പോൾ നീ എതിർക്കുന്ന മതത്തെക്കുറിച്ച് നല്ല മനസ്സിന്റെ ഉടമകളായ ആളുകൾ
പഠിക്കാൻ തുടങ്ങും. പഠിക്കാനിപ്പോ വേദഗ്രന്ഥങ്ങളൊന്നും വേണ്ടല്ലോ. മൊബൈൽ ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അവര് പഠിക്കാൻ തുടങ്ങണം. നീ തുടങ്ങണം ഇങ്ങനെ തന്നെ. നീ ഇങ്ങനെ തന്നെ തുടങ്ങണം. അപ്പോഴേ മറ്റുള്ള നല്ല മനസ്സിന്റെ ഉടമകളായ, നല്ല മാതാവിനും പിതാവിനും പിറന്ന നന്മയുടെ നിറകുടങ്ങളായ പൊന്നോമന മക്കൾ, നല്ല നല്ല മനുഷ്യർ, നീ എതിർക്കുന്ന ആ മതത്തെ കുറിച്ച് പഠിക്കും. അവർ പഠിക്കും. കാരണം ചിലപ്പോൾ നിന്നിലൂടെയൊക്കെ ആയിരിക്കും. അപ്പൊ നീ തുടരുക തീവ്രവാദി. നിന്റെ ഉദ്ദേശങ്ങൾ നടക്കില്ല. നിനക്ക് നല്ല പൈസയൊക്കെ കിട്ടുന്നുണ്ടാവും. നല്ലപോലെ അങ്ങോട്ട് ആഘോഷിക്കുക. മനസ്സിലായില്ലേ? ലണ്ടനിലൊക്കെ പോയതല്ലേ? കുനിഞ്ഞു നിൽക്ക്. നല്ല രസമായിരിക്കും. ഇംഗ്ലീഷുകാരാണ്. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, ബൈ.